ഗൈസ്, ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് എഗ് നൂഡിൽസ് ഉണ്ടല്ലോ. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയതല്ല കേട്ടോ. വീട്ടിലെനിക്ക് വിശന്നപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇത്ര ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്താലോ എന്ന് വരെ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ സവോള ഒന്ന് വഴട്ടാൻ വെച്ചു. ഞാൻ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ വല്ലതും എടുത്താൽ മതി. ആൻഡ് നമുക്ക് ഓൾറെഡി തന്നെ ഞാനിവിടെ നൂഡിൽസ് കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സവോളയിലേക്ക് ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. പിന്നെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ പെപ്പർ പൗഡർ ആട്ടോ ആഡ് ചെയ്യുന്നത്. അതും കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി ഒരു പച്ചമണമൊക്കെ മാറത്തില്ലേ, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല കുറച്ച് മതി, മസാല ഒന്നും കൂടി പോകരുത്. പിന്നെ നമുക്ക് രണ്ട് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മുടെ നൂഡിൽസ് എടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കേട്ടോ ഇതെല്ലാം എടുക്കാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് കെച്ചപ്പ്, നമുക്ക് സോയാ സോസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വേണം. പിന്നെ വെജീസും വേണം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തട്ടിക്കൂട്ടാണ്. നമുക്ക് ഇവിടെ വെജിറ്റബിൾസ് ഒന്നും വേറെ ഇടാൻ പറ്റിയതില്ലായിരുന്നു, അതുകൊണ്ട് സവാള മാത്രമേ ഉള്ളൂ. അപ്പം ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ വെച്ച് ട്രൈ ചെയ്യാം. ഇപ്പം ഞാൻ എഗ്ഗാണ് നോക്കുന്നത്. ആൻഡ് അത് ഇനി നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസും ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ സോസൊക്കെ വേണമെങ്കിൽ പിന്നെയും ചേർക്കുക. ഇപ്പം എല്ലാം കറക്റ്റാണ്. എന്നിട്ട് എന്താ ചെയ്യുക, കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം.